ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ബ്രെഡ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് 2 മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവൊന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഈ 2 മുട്ട നമുക്ക് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഇത് നടുമുറിച്ചാൽ അപ്പോൾ 4 എണ്ണം ഉണ്ടാവും. പിന്നെ നമുക്ക് അതിക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് 2 വലിയ ഉള്ളി വേണം, പിന്നെ വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പിന്നെ മല്ലിയില വേണം, പിന്നെ വേണ്ടത് പച്ചമുളകുമാണ്. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ 8 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ട 4 പീസാക്കുമ്പോൾ 8 ബ്രെഡ്, ഒരു മുട്ട കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ 2 ബ്രെഡ് ആവശ്യമുണ്ടാകും. അങ്ങനെ 8 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു മുട്ടയും വേണം, കുറച്ച് പാലും വേണം. എന്നിട്ട് ഈ മുട്ട ഈ ബൗളിലേക്ക് ഞാനൊന്ന് പൊട്ടിച്ച് പാരാണ്. ഇനി നമുക്കിതൊക്കെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ മുട്ട ഒന്ന് നല്ലോണം അടിച്ചെടുക്കുക. പിന്നെ നമുക്കിതൊക്കെ മുട്ട അടിച്ചതിന് ശേഷം നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കാം. പാലിൻ്റെ അളവൊക്കെ നമ്മൾ എത്രയാണ് മുട്ട എടുക്കണേ ബ്രെഡ് എടുക്കണേ അതിനൊക്കെ അനുസരിച്ചിരിക്കും ആവശ്യം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം, ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ നമുക്കിതൊക്കെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഈ പാലിൽ മുക്കിയിട്ട് ഇതിലും ഒന്ന് എടുത്തുങ്ങാണ്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇതിന് നമുക്ക് ലാസ്റ്റുള്ളത് രണ്ടും ആവശ്യം. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി നമുക്കിതൊക്കെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ കുറച്ച് മുളകും പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഗരം മസാല പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മൾ അതിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച മുട്ട 4 കഷ്ണാക്കിയാണ്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളതിക്കുള്ള മസാല. ബ്രെഡ്, ഇനി നമ്മൾ എടുത്ത് വെച്ച ബ്രെഡിൽ നിന്ന് 2 ബ്രെഡ് എടുക്കുക. അതൊരു ബ്രെഡ് തായും ഒരു ബ്രെഡ് മേലെയും വെക്കാനാണ്. ഇനി ഈ ഫസ്റ്റത്തെ താഴത്ത് വെക്കണേക്ക് നമ്മളെ മസാല വെച്ച് കൊടുക്കുക. പിന്നെ ഒരു അടപ്പും വേണം കേട്ടോ, ഒരു കുപ്പിൻ്റെ നമ്മൾ ഈ ബ്രെഡിന് കറക്റ്റ് റൗണ്ട് ആവുന്ന രീതിയിലുള്ളൊരു അടപ്പ് കൊടുക്കുക. ഉണ്ടാക്കിയ മസാലയിലത്തെ കുറച്ച് മസാല വെച്ച് കൊടുക്കുക. ഉള്ളിൻ്റെ നമ്മൾ ഒരു പുഴുങ്ങിയ മുട്ടൻ്റെ പകുതിയിൽ അതും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ മറ്റേ ബ്രെഡ് ഇതിൻ്റെ മേലാണ് വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ ഈ കുപ്പിൻ്റെ അടപ്പില്ലേ, അത് നമ്മൾ ഈ മസാലയും മുട്ടയൊക്കെ വെച്ചതിൻ്റെ ഇതുണ്ടാവില്ലേ, ആ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. ഇട്ടാൽ മാറണം കേട്ടോ. ആ കുപ്പിൻ്റെ താഴ് ഭാഗം വരെ ഇങ്ങനെ ആക്കി കൊടുക്കുക. കണ്ടോ, താഴത്തേക്ക് വരെ റൗണ്ട് വന്നിട്ടുണ്ടാവില്ലേ. നമ്മളിതിങ്ങനെ പിച്ചെടുക്കുക. ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇതുപോലായി വന്നില്ലേ. ഇതിങ്ങനെ മാറ്റി വെക്കട്ടോ. അങ്ങനെ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ എടുത്ത് ഉണ്ടാക്കി വെക്കാം. ബ്രെഡ് ക്രംസ് മുന്നേ നമ്മൾ വാങ്ങിയതോ ഉണ്ടാക്കിയതോ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതുപോലെ ബാക്കി വേസ്റ്റ് വരും. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇതൊറ്റക്ക് ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് ഒന്നാണ് പൊടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് ആയി കിട്ടും. ഇനി നമ്മളെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ
പൊടിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് വേറെ എന്തിനെങ്കിലും എടുക്കുകയും ചെയ്യാം. ഇതിൽ ഈ എന്താണ് മസാലേൻ്റെ കളറൊക്കെ കഴിക്കണമെങ്കിൽ അതൊന്നും ഇങ്ങനെ പിച്ച് കളഞ്ഞുകൊണ്ടു. അപ്പോൾ ഫുള്ളും ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 4 ഉണ്ടാക്കിയേക്കണേ, 2 മുട്ട കൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ റെഡി ആയില്ലേ. ഇനി നമുക്കൊരു പണിയും കൂടി ഇതുമുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലത് അത് ഈ മുട്ടയിലൊന്ന് മുക്കുക. നമ്മൾ മുട്ടയും പാലും നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ അതിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ബ്രെഡ് ക്രംസ് ആക്കുക. ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. ക്രംസിൽ മുക്കിയതില്ലേ ഇതിലേക്ക് ഇതുമ്മ വെച്ച് കൊടുക്കുക. ഇത് ചുട്ടെടുക്കുക. നമ്മൾ എണ്ണയിൽ മുക്കി പൊരിച്ചിന കടികളൊന്നും പറ്റാത്തവർക്ക് ഇങ്ങനത്തെ കടിയൊക്കെ ഉണ്ടാക്കാം. നമ്മളിങ്ങനെ വെച്ചില്ലേ അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ എണ്ണയാക്കി കൊടുക്കുക. ഈ സൈഡിൽ കൂടി ഇങ്ങനെ എണ്ണ ചെറുതായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചിട്ടിട്ട് 2 സൈഡും ഒന്ന് മുരിയിച്ചെടുക്കുക. നമുക്ക് 2 സൈഡും ആയാൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ 4 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.